ടുഡേസ് അനദർ റെയിനി ഡേ. നമ്മൾ മറ്റൊരു റെയിനി ഡേയിൽ ആണ് ടോക്കിയോയിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻസ് ഒക്കെ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്യേണ്ടി വന്നു, കാരണം മഴയുടെ അനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് മഴയത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് പോയി ചെയ്തിട്ട് ഇന്ന് മഴയിലൂടെ ടോക്കിയോ നഗരം കാണാം. അയ്യോ, നമ്മൾ ടോക്കിയോയിലെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പം ഈ സുമീഡ റിവർ ഉണ്ട് ഇവിടുത്തെ. ആ റിവറിന്റെ കരയിലെത്തിയപ്പോൾ നമ്മൾ കണ്ട 3 ഐക്കോണിക് ബിൽഡിങ്സ് ആണ്. അപ്പൊ ആ ഒരു ഗോൾഡൻ നിറത്തിലുള്ള നടുക്ക് നിൽക്കുന്ന ബിൽഡിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ബിയറായ അസാഹി ബിയറിനെ ഒരു പൈന്റ് ഗ്ലാസ്സിൽ ഒഴിച്ചാല് ബിയർ ഇത്രയും ഭാഗം നിൽക്കുമല്ലോ, ബാക്കി ഫ്രോത്ത് ആണല്ലോ. അപ്പൊ അതാണ് കാണിക്കുന്നത്. ആ ഗോൾഡൻ നിറത്തിലുള്ളത് ബിയറും ആ ക്രിസ്റ്റൽ നിറത്തിൽ കാണുന്നത്, ക്രിസ്റ്റലൈൻ ആയിട്ട് കാണുന്നത് ഫ്രോത്തും. എന്നാൽ ആ ബിയറിന്റെ ബേണിംഗ് ഹാർട്ട് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ബേണിംഗ് ഫീൽ കിട്ടാൻ വേണ്ടി ഒരു ഫയറിന്റെ ഷേപ്പിൽ ഫ്രഞ്ച് ഡിസൈനർ ഫിലിപ്പ് സ്റ്റാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആ ബേണിംഗ് ഫ്ലെയിം. പക്ഷേ ഇവിടുത്തെ ലോക്കൽസ് ആ ഡിസൈൻ ഒക്കെ കൂടെ കണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതിനെ ഇപ്പോൾ വിളിക്കുന്നത് ഗോൾഡൻ പൂപ്പ് എന്നാണ്. പാവമുണ്ട്, അയാൾ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തിട്ട് ആൾക്കാരിപ്പോൾ ഇതിനെ ഗോൾഡൻ പൂപ്പെന്ന് എന്താ പറയുക ഓമന പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കാണുന്ന ആ ടോളസ്റ്റ് ബിൽഡിംഗ് ഇല്ലേ, എന്താണെന്നറിയോ, അത് ടോക്കിയോ സ്കൈ ട്രീ ആണ്. ആക്ച്വലി അവിടെ കയറി നിന്നാൽ നമുക്ക് ടോക്കിയോന്റെ ഫുൾ വ്യൂ കിട്ടും, ഏരിയൽ വ്യൂ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ടവർ ആണ് ആ ടോക്കിയോ സ്കൈ ട്രീ. നമ്മൾ ടോക്കിയോന്റെ ബിസി മാഡ്നസ് എന്നൊരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാൻ പോവാണേ. ക്യോട്ടോയിലെ സമാധാനപരമായ അമ്പലങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ടോക്കിയോയിലെ കയോട്ടിക് ആയിട്ടുള്ള ഒരു അമ്പലത്തിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ആൾക്കാരുണ്ടെങ്കിലും ഐ ഫീൽ പീസ് ഹിയർ. ബിക്കോസ് ടോക്കിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലിങ്ങനെ ബസ്ലിംഗ് സൗണ്ട്സ് ആണ്, ആ ഒച്ച ഈ ഒച്ച. പക്ഷെ ഇവിടെ നോക്കുമ്പം ആൾക്കാരുണ്ട്, പക്ഷെ ഒച്ച വളരെ കുറവ്. അത് ശരിക്കും അത്ഭുതമാണ്. കാരണം സിറ്റിയുടെ ഒറ്റ നടുക്കാണ് ഈ അമ്പലം, സെൻസോജി ടെമ്പിൾ. എന്നിട്ട് പോലും ഇവിടെ ആ ഒച്ച ഭയങ്കര ഐസൊലേറ്റഡ് ആണ്. ആ ലാൻഡേൺ ചില്ലറക്കാരനല്ല കേട്ടോ, ഇവിടുത്തെ ഫേമസ് ലാൻഡേൺ ആണ്. എന്താ അത് ഫേമസ് ആവാൻ കാരണം എന്നറിയോ? ആൾക്കാർ അതിൻ്റെ അടിയിലൊക്കെ കൂളായി പോയി നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ചിന്തിക്കാൻ വയ്യ. ആ ലാൻഡേണിന്റെ വെയിറ്റ് 700 കിലോ ആണ്. 700 കിലോ. അതങ്ങനെ തലയിൽ വീണുള്ള അവസ്ഥയിൽ വെച്ചൊക്കെ ചമ്മന്തി വടിച്ചെടുക്കേണ്ടി വരും. ഓ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ പോകുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. ടോക്കിയോയിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് പഗോഡയാണ് കേട്ടോ ഈ സെൻസോജി ടെമ്പിളിലുള്ളത്. ഞാൻ നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. പഗോഡ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണോ അല്ലെങ്കിൽ ഷിൻഡോ ഷ്രൈൻ ആണോ? പറ ആലോചിക്കാൻ 5 സെക്കൻഡ് സമയം തരാം. ഇത്രയും കാലത്തെ ക്ലാസ്സിലുള്ളത് ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. അപ്പം മറ്റേ പഗോഡാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ടെമ്പിളിന്റെ ഭാഗവും, പിന്നെ ഷ്രൈൻ ആണെങ്കിൽ ടോറി ഗേറ്റ്സ് അല്ലേ ഉണ്ടാവുക, നമ്മളവിടെ കണ്ടിട്ടുള്ള ചുമന്ന ഗേറ്റ്. അപ്പം ഇത് ആക്ച്വലി സെൻസോജി ടെമ്പിൾ ആണ്, ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ഇവിടെ സെൻസോജി ടെമ്പിളിലുള്ള ഒരു രസകരമായ ഒരു ഫണ്ണായ ആചാരമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ പൈസ ഇതിലിടുക മുറിയാൻ. എന്നിട്ട് ഈ മോൻ കുലുക്കുന്ന കണ്ടില്ലേ, ഈ ഐറ്റം ആ കുലുക്കുമ്പോ അതിനകത്ത് നമുക്കൊരു കോല് വരും. അപ്പൊ ആ കോലിലൊരു നമ്പർ എഴുതിയിട്ടുണ്ടാവേ. എന്നിട്ട് ഇവിടെ 1 മുതൽ 100 വരെ നമ്മുടെ ഫോർച്യൂൺസ് എഴുതിയിട്ടുണ്ടാവും, അതായത് നമ്മുടെ ഭാവി പോലെ. എന്നിട്ട് അതിന് ആ നമ്പറിന് മാച്ച് ആയത് നമ്മൾ വലിച്ചെടുക്കാം. അപ്പൊ എനിക്ക് കിട്ടിയത് 1 ആയിരുന്നു. അപ്പൊ 1 ഞാൻ എടുത്ത് ഫോർച്യൂൺ ആണിത്. നമ്മൾ 1 എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് നല്ല ഫോർച്യൂൺ ആണെങ്കിൽ നമുക്കിത് നമ്മുടെ കൂടെ വീട്ടിൽ കൊണ്ടുപോവാം. മോശം ഫോർച്യൂൺ ആണെങ്കിൽ നമ്മളത് ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിടാം. അപ്പൊ കെട്ടി തൂക്കിയിട്ട് മോശമാകുമ്പോൾ ബാക്കി നമ്മുടെ ഇവിടുത്തെ സെൻസോജി വിൽ ടേക്ക് കെയർ. നമ്മുടെ കാര്യം മൂപ്പര് നോക്കിക്കോളും. നല്ലതാണേ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ കെയർലെസ്സും ആവരുത്.
അഹങ്കരിക്കാനും പാടില്ല. നമ്മൾ പൊളൈറ്റായി നല്ലത് സ്വീകരിച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോവാം. അപ്പൊ എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ? People look at it and praise that your fortune is just like this tower. When you look at it more carefully, your fortune will be more excellent. എൻ്റെ വിഷസൊക്കെ നടക്കും, പിന്നെ എൻ്റെ ഒരു സിക്ക് പേഴ്സൺ വിൽ റീകവർ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിലേക്ക് മനസ്സിലാവാത്തത് യു വിൽ ബി ബിൽഡിങ് എ ന്യൂ ഹൗസ്. ഓക്കെ, അത് രസമുണ്ട്. മൂവിങ് മാരേജ്, ഓൾറെഡി കല്യാണം കഴിഞ്ഞവരുടെ കാര്യം എന്താണാവോ? എന്നൊരു രസമുള്ളൊരു ആക്ടിവിറ്റിയാണ്. എനിക്ക് നല്ലതായതുകൊണ്ടാണ് കേട്ടോ രസമുള്ള ആക്ടിവിറ്റി ആയ. മോശം പോർച്ചുനൊക്കെ ആയിരുന്നു എനിക്ക് കുറച്ച് വിഷമായേനെ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ സെൻസോജി ടെമ്പിളിന്റെ ഒരു ആചാരം. ഇവിടെ എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുക. അപ്പം നമ്മൾ സ്വന്തമായി ചന്ദനത്തിരി വാങ്ങി അതിവിടെ കത്തിച്ചിട്ട് നമ്മൾ അത് മണക്കണം. അത് നമ്മൾ മണക്കാതെ മറ്റൊരാളുടെ ചന്ദനത്തിരിയാണ് നമ്മൾ മണക്കുന്നതെങ്കിൽ അയാളുടെ പാപങ്ങളും കൂടെ നമുക്ക് കിട്ടുമെന്നാണ് പ്രമാണം. അപ്പം നമ്മൾ സ്വന്തമായി, അതായത് ഓസിന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. സ്വന്തമായി പൈസ ചെലവാക്കി സാധനം വാങ്ങി കത്തിച്ച് മണത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഓസിനടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പാപം കൂടെ കിട്ടുമെന്നാണ് അർത്ഥം. ഇവിടെ ഷ്രൈനിൽ കയറുന്നതിന്റെ പിന്നെ നമ്മൾ നമ്മുടെ കൈയൊക്കെ കഴുകണേ. നമ്മുടെ ടോക്കിയോയിലെ ഡേ 4 ആണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് യാതൊരു ധാരണയില്ല. Let's see. കാലാവസ്ഥ നമുക്ക് വളരെ പ്രതികൂലമാണ് ഗൈസ്. ടോക്കിയോ സിറ്റിയുടെ ഫുൾ വ്യൂ കാണാൻ വന്ന് നമ്മൾ കാണുന്നത് എന്താ നിങ്ങൾ നോക്ക്. വെറും മഞ്ഞോട് മഞ്ഞ്. താഴേക്ക് ഇത്ര എനിക്കതൊരു 20 മീറ്റർ കാണാം. ഷിബുയയൊക്കെയാണ് അവിടെ കാണേണ്ടത് കേട്ടോ. ആ മഞ്ഞില്ലേ, ആ റിഫ്ലക്ഷനിൽ കാണേണ്ട സ്ഥലമാണ് ഷിബുയ. എന്ത് വിധി ഇത്! നമ്മളിപ്പോൾ ടോക്കിയോന്റെ ഏറ്റവും പഴയ ഒരു മോളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞി ഗല്ലി കണ്ടു. അതിലൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് വേറെ തന്നെ ലോകം. ഫുൾ അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ കുറേ കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സും കുറേ കടകളും. അപ്പോഴാണ് ഇതുപോലത്തെ ഒരു കുറേ പഴയ DVD-കളും CD, പിന്നെ വിനൈൽ റെക്കോർഡ്സും. ഒരു അടിപൊളി. ഐ മീൻ ഇവിടെ എനിക്ക് ഒരു പഴമ ഫീൽ ചെയ്യാം, ഭയങ്കര പഴമ. അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു താഴേക്ക് പോയാൽ നിങ്ങൾ സർപ്രൈസ്ഡ് ആവും, ഏറ്റവും പഴയ മോളാണ് കാണാൻ പോകുന്നതെന്ന്. പക്ഷെ ഞാൻ എവിടെയും ഇങ്ങനെ ഗൂഗിളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സൂപ്പർ കൂൾ. നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ടോക്കിയോയിലെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടിയിട്ടാണ്. ടീം ലാബ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞ ഒരു മോഡേൺ ആർട്ട് മ്യൂസിയത്തിലേക്കാണ്.
നമ്മൾ ടോക്കിയോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോക്കിയോയിൽ 2 ടീം ലാബ് മ്യൂസിയം ഉണ്ട്. ടീം ലാബ് പ്ലാനറ്റ്സും ടീം ലാബ് ബോർഡർലെസ്സും. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെന്ന് കറക്റ്റ് നോക്കിയിട്ട് വേണം പോവാൻ. ഞങ്ങൾക്ക് ശരിക്കും ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഞങ്ങൾ ടീം ലാബ് പ്ലാനറ്റ്സിലാണെന്ന് വിചാരിച്ച് ബോർഡർലെസ്സിലെത്തിയിട്ട് പിന്നെ ഓടിക്കിതച്ച് സമയമാകുമ്പോഴത്തേക്കും പ്ലാനറ്റിൽ ജസ്റ്റ് എത്തുകണ്ടിട്ടുണ്ടായേ. അപ്പോൾ ആ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. ടീം ലാബ് പ്ലാനറ്റ്സ് കറക്റ്റ് ലൊക്കേഷൻ ഇട്ടിട്ട് വേണം നമ്മൾ പോവാൻ. നമ്മള് ടീം ലാബ് പ്ലാനറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ്. ഞാൻ ടോക്കിയോയിൽ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണിത്. കാലൊക്കെ മടക്കി വെക്കണം എന്നാണ് ഇവര് പറയുന്നത്. അതിലും ഷോർട്ട്സ് ആയതുകൊണ്ട് അതിൽ കുഴപ്പമില്ല. ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് എന്റെ ഇങ്ങനത്തെ ഒരു മ്യൂസിയം എക്സ്പീരിയൻസ്. നമ്മൾ വെള്ളത്തിൽ കയറാൻ പോവാണ്. നമ്മൾ സാധാരണ ഒരു മ്യൂസിയത്തിൽ പോകുമ്പം ഒന്നുകിൽ അതൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കിങ്ങനെ ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് ഒക്കെ കാണാം. അല്ലെങ്കിൽ അതിന് പുറമെ ഒരു ഓഡിറ്ററി എക്സ്പീരിയൻസും കൂടി ഉണ്ടാവും. നമുക്കിങ്ങനെ എന്തെങ്കിലും ചരിത്രപരമായ കഥകൾ കേൾക്കാം, അല്ലെങ്കിൽ അവരെന്താ അവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷേ ഇത് രണ്ടിലും ഉപരി ഇതൊരു മൊത്തത്തിലുള്ള ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നമ്മളോട് പറയും നമ്മുടെ ഷൂസ് അഴിച്ച് ലോക്കറിൽ ഭദ്രമായി വെക്കുക. എന്നിട്ട് ബെയർ ഫൂട്ടായിട്ട് നമ്മൾ നടന്ന് കയറുകയാണ് വേണ്ടത്. അപ്പം നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആക്ച്വലി നമ്മൾ നടക്കുന്നത് ശരിക്കുമുള്ള വെള്ളത്തിൽ കൂടെയാണ്. അടിപൊളിയാണെന്നറിയാം. എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഫ്രീ മൈൻഡോട് കൂടിയാണ് പോയത്. നമ്മുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ടാവില്ലേ, ആ കുട്ടീനെ ഉണർത്തി വിടുന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിങ്ങനെ ഈ ലൈറ്റിൻ്റെയും ഈ ബൾബ്സിൻ്റെയൊക്കെ കുട്ടിക്കൂടെ ഓടി നടക്കാം. ഡിഫറെൻറ്റ് ടെറൈൻസ് ഉണ്ടായിരുന്നു, അതിലൂടെ ഓടി നടക്കാം. അങ്ങനെ ആകെ മൊത്തം ഒരു വണ്ടർ കിഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കയറി ചെന്ന ഉടനെ തന്നെ. ഈ ടീം ലാബിൽ 4 സെക്ഷൻസ് ആണ് ഉള്ളത്. 1 വാട്ടർ, 2 ഗാർഡൻ, 3 ഫോറസ്റ്റ്, 4 ഓപ്പൺ എയർ. നമ്മളിപ്പോൾ ആദ്യം പോകുന്നതും വാട്ടറിലേക്കാണ്. നമ്മൾ വെള്ളത്തിലൂടെ കയറി ഈ ലൈറ്റിലൂടെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതും വെള്ളത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ താഴെ കാണുന്നത് ശരിക്കുള്ള വെള്ളമാണ് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് പ്രൊജക്ഷൻ ആയിരിക്കുമെന്ന്, പക്ഷേ അല്ല, ഇത് റിയൽ വാട്ടറാണ്. ആ വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. എന്നിട്ട് പക്ഷെ അതിലിങ്ങനെ കോയി ഫിഷസായി കാണുന്നത് എല്ലാം പ്രൊജക്ഷൻസ് ആണ്. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളതിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്
ഇതൊരു പ്രൊജക്ഷനാണെന്നൊന്നല്ല തോന്നുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്ക് സമയത്ത് മാറി നടക്കുന്നുണ്ടായിരുന്നു. അയ്യോ തട്ടിപ്പോകരുത്, മീൻ വരികയാണല്ലോ എന്ന് വെച്ചിട്ട്. ഞാൻ ഓവറാക്കുന്നതല്ല, ശരിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളത്തിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പുറത്തിറങ്ങുന്നത് കുറേ ബലൂണുകളുള്ള ഒരു മുറിയിലേക്കാണ്. ഈ മുറിയിൽ കയറിയാൽ എൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ വലിപ്പമുള്ള, അതായത് എൻ്റെ അത്രയും ഹൈറ്റുള്ള ബലൂൺസ് ഒരു 3D സ്ട്രക്ചറായിട്ട് മൊത്തത്തിൽ അവിടെ കിടക്കുകയാണ്. അപ്പം മുകളിൽ നിന്ന് ബലൂൺ വരും, സൈഡിൽ നിന്ന് ബലൂൺ വരും. നമ്മളിടയ്ക്ക് ഇങ്ങനെ ലോസ്റ്റായി പോവും. ഇത് കാരണം നമ്മൾ ഇതിലേ കയറി എന്ന് കണ്ടുപിടിക്കാൻ കൂടെ പറ്റില്ല. ഈ ലാഡേഴ്സ് കണ്ടോ, ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. ഇത് പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലാഡേഴ്സാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് നമ്മൾ മാറുന്ന സമയത്ത് എല്ലാം ഏകദേശം പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാം ഇളകും. അപ്പോൾ എനിക്കത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അതിലേതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വെള്ള ഷർട്ടിനെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് ഫോളോ ചെയ്താൽ മതി. അതിൽ തുടക്കത്തിലൊന്ന് പേടിച്ചെങ്കിലും എൻ്റെ അമ്മ അത്രയും ഹൈറ്റിൽ കയറാൻ പോവാണോ? പിന്നെ കറക്റ്റായിട്ട് ആളങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റിലെത്തിയപ്പോൾ ഒരു പലകയുടെ നല്ല ഹൈറ്റിൽ കയറാൻ തുടങ്ങി. അപ്പം ഞാനൊന്ന് പേടിച്ചു. ബട്ട് അതിൽ നല്ലപോലെ ഇത് മാനേജ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ആണ് അടിയിൽ ആ മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ശരിക്കും മൂവിംഗ് ടെറൈനിൽ നടക്കുന്ന പോലെ തോന്നും. അടിപൊളി. നമ്മളിപ്പോ ഒരു ഫോറസ്റ്റിലാ. ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ആ ബോളുകളെല്ലാം കിടന്ന് ഉരുളുക എന്നല്ലേ? പക്ഷേ അല്ല,
ആ ബോളുകളെല്ലാം സ്റ്റാറ്റിക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ മുകളിലുള്ള പ്രൊജക്ഷൻ മാപ്പിംഗ് ആണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കാണുന്ന സമയത്ത് അതെല്ലാം കിടന്ന് ഉരുളുകയാണെന്ന് തോന്നും. സൈഡിൽ അത്ര പ്രശ്നമില്ല, ഈ താഴേക്ക് നോക്കുമ്പോഴായിരുന്നു ഏറ്റവും പ്രശ്നം. ഇതിൽ ഇനി ഇങ്ങനെ നടക്കണം. നീയാണോ നടക്കാൻ പോകുന്നത്? ഓ സോ കൂൾ. താഴെയുള്ളത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് തോന്നുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെയാണല്ലോ നമ്മൾ നടക്കണ്ടേ. ബാലൻസ് ഉണ്ട്. അയ്യോ അപ്പോൾ കുറച്ച് അസാമാന്യ ബാലൻസ് വേണം. അതിലും കാരലിനും കൂടെ നല്ല അടിപൊളിയായി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അവർ ഓടിച്ചാടി അപ്പുറത്തെത്തിയിരിക്കുകയാണ് സെക്കൻഡുകൾക്കകം. ഇതാണ് ഗാർഡൻ, നമ്മുടെ ടീം ലാബ് പ്ലാനറ്റ്സിലെ ഏറ്റവും ലാസ്റ്റിലത്തെ സെക്ഷൻ. ഇവര് പൊന്തും, അപ്പൊ നമുക്ക് പോവാമേ. ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യും കേട്ടോ. മൂവ് ചെയ്യുമ്പം നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ നടക്കാം. ഈ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഓരോ ചെടിയും റിയൽ പ്ലാന്റ് ആണ്. റിയൽ പ്ലാന്റ്. ഇത് ശരിക്കുള്ള പൂക്കളാ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഇവർ ഓരോ സമയത്തിനനുസരിച്ച് പൊക്കവും താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ തട്ടി അതിനെ ഉപദ്രവിക്കരുത്. അത് പൊന്തുന്നതിനനുസരിച്ച് നമ്മൾ പേഷ്യൻ്റായി നിന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്. ഇതും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് മ്യൂസിയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയത് ടോക്കിയോയിലെ ടീം ലാബ് പ്ലാനറ്റ്സിലാണ്. അപ്പോൾ നിങ്ങൾ ടോക്കിയോ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് ടീം ലാബ് പ്ലാനറ്റ്സ്. സോ ഐ തിങ്ക് ഇതാണ് നമ്മുടെ ടീം ലാബ് പ്ലാനറ്റ്സിന്റെ ഓൾമോസ്റ്റ് എൻഡ്. ഐ തിങ്ക് ഇതൊരു നമ്മുടെ ടോക്കിയോ വ്ളോഗ് ഏകദേശം അവസാനിപ്പിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വി ഹാഡ് ഫൺ. നമ്മളിവിടെ ടോക്കിയോയിൽ ഹോസ്റ്റൽസിലാണ് നിൽക്കുന്നത്. കാരണം ഹോട്ടൽസൊക്കെ നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ വെച്ചൊരു ഹോസ്റ്റൽ ടൂർ തരാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെരുപ്പ് കോരിയിടണം. ഈ ഏരിയയിലേക്ക് കിടക്കുമ്പം ഇങ്ങനെ ഓരോ ക്യൂബിക്കിളിലാണ് നമ്മൾ കിടക്കുക. ബേസിക്കലി ഒരു പോഡ് പോലെ 1, 2 അങ്ങനെ ഒരു 10-20 ഈ മുറിയിൽ. ഇതെല്ലാം പോഡുകളാണ്. ലൈറ്റ് ഉണ്ട് നമുക്ക് എത്രയാണെങ്കിലും. പിന്നെ ഒരു ചാർജിങ് പോയിന്റ് 2 ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ഷോർട്ടോ അങ്ങനെ തൂക്കണമെങ്കിൽ തൂക്കാം. പിന്നെ ഇവിടെ നമുക്ക് കുഞ്ഞൊരു സ്പേസ് ഉണ്ടെങ്കിൽ വേണം വെക്കാം. അതാണ് നമ്മുടെ പുതപ്പിട്ട് കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവും കാണിച്ചിട്ട് കേട്ടോ. ഇത്ര ഉള്ളൂ എൻ്റെ കൈ നീളം മുകളിലേക്കും താഴേക്കും. ഇത് നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഗുഹയ്ക്കകത്ത് പെട്ട വരാം. നമ്മുടെ നമ്പറൊക്കെ എഴുതിയിട്ട് നമുക്കിവിടെ വെക്കാം. പിന്നെ ഇവിടെ വാഷ് ബേസിനുണ്ട്, നമുക്ക് പല്ലിയൊക്കെ ചെയ്യാം. പിന്നെ 2 ടോയ്ലറ്റ്. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ സ്പേസ്. ഇവിടെ നമുക്ക് ഡെയിലി ആവശ്യത്തിനുള്ള വെക്കും. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത പെട്ടിയൊക്കെ വെക്കും. എന്നിട്ട് വേണ്ടത്
Bye bye from Tokyo.